നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. PV അൻവറെ വർഗീയവാദി എന്ന് വിളിച്ച അഡ്വക്കേറ്റ് ജയശങ്കർക്ക് നേരെ തെറിയഭിഷേകമാണ് അൻവർ നടത്തിയത്. താൻ എന്തും സഹിക്കും, വർഗീയവാദി എന്ന് വിളിച്ചാൽ താൻ സഹിക്കില്ല. ജയശങ്കറിന്റെ ഉടുമുണ്ട് പറിച്ച് കളസം കയറി തലയിൽ കക്കൂസ് മാലിന്യം ഒഴിക്കുമെന്നാണ് PV അൻവർ പറഞ്ഞത്. ഇപ്പോഴിത്തിരി സമയക്കുറവുള്ളതുകൊണ്ട് പിന്നീടത്തേക്ക് മാറ്റിവെക്കുന്നു. പക്ഷെ താൻ കൊച്ചിയിലെത്തി അത് ചെയ്തിരിക്കും. എന്നാൽ PV അൻവറിനെ കുറിച്ച് മീഡിയ വൺ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം നമ്മൾ പരിശോധിക്കണം. അൻവർ എന്ന വ്യക്തിയുടെ അജണ്ട എന്ത് എന്ന് വ്യക്തമാക്കുന്നതാണ് ആ ലേഖനം. അൻവർ ഉയർത്തിയ പ്രത്യയശാസ്ത്ര പ്രശ്നം എന്താണ് എന്ന് പരിശോധിക്കുകയാണ് മീഡിയ വൺ. CPM സഹയാത്രികനായ PV അൻവർ MLA ഉയർത്തിവിട്ട ചോദ്യശരങ്ങൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ പ്രകമ്പനം കൊള്ളിക്കുന്നു എന്ന് മീഡിയ വൺ പറയുന്നു. എത്രമാത്രം മുസ്ലിം വിരുദ്ധമായാണ് കേരളത്തിലെ പോലീസ് സംവിധാനം മുന്നോട്ടു പോകുന്നത് എന്നതാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. RSS നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ ADGPMR അജിത് കുമാറിനെ മാറ്റി നിർത്തിയാൽ മാത്രം തീരുന്നതല്ല കേരളത്തിലെ പോലീസിലെ പ്രശ്നങ്ങളെന്ന് മീഡിയ വൺ പറയുന്നു. അടിമുടി ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട ഒരു പോലീസ് സേനയിൽ ശുദ്ധീകരണം നടത്തുമ്പോൾ ആദ്യം മാറ്റി നിർത്തേണ്ടത് ആ പോലീസ് ഓഫീസറെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ പോലീസിനെ കുറിച്ച് ഉയർന്നു വന്ന ഭീകരമായ ആരോപണങ്ങൾ കേവലമായ ആരോപണങ്ങൾ മാത്രമല്ല എന്നാണിപ്പോൾ മനസ്സിലാക്കുന്നത്. അൻവറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നൊട്ടോറിയസ് ക്രിമിനലുകളാൽ സമ്പന്നമാണ് നമ്മുടെ പോലീസ് സേനയെന്ന് മീഡിയ വണ്ണും പറയുന്നു. അനന്തമായ കേസുകളും ചാർജ് ഷീറ്റുകളും ഭീഷണികളും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും എല്ലാം ഈ പോലീസ് സംവിധാനത്തിലൂടെ നടപ്പാക്കപ്പെടുന്നു. മുസ്ലിം സമുദായം അവർ അനുഭവിക്കുന്ന ഒരു തരത്തിലുള്ള അരക്ഷിതാവസ്ഥയെ പുറത്തേക്ക് കൊണ്ടുവരാൻ അൻവർ നടത്തുന്ന ഒറ്റയാൻ പോരാട്ടമാണ് സത്യത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മീഡിയ വൺ കൃത്യമായി പറയുന്നു, അൻവറിന്റെ പോരാട്ടം മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ്. സാധാരണയായി ഒരു വർഷം 12,000 വരെ ചാർജ് ഷീറ്റുകൾ ഉണ്ടാവാറുള്ള മലപ്പുറം ജില്ലയിൽ 40,000-ന് മുകളിൽ ക്രൈം റെക്കോർഡ് ഉയർന്നു വന്നതിനെ വിലയിരുത്തുമ്പോൾ ഒരു സമുദായത്തെ കേസുകൾ കൊണ്ട് ദുരിതത്തിലാക്കാൻ തീരുമാനിച്ച പോലീസ് സംവിധാനത്തെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക. ഇതുതന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന ഏറ്റവും വലിയ വിവാദവും. KT ജലീൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് സമാനമായ ആരോപണം. മലപ്പുറം SP ആയിരുന്ന ശശിധരൻ മലപ്പുറം ജില്ലയിൽ ചാർജ് ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണത്തിൽ വൻ വർധനവ് വരുത്തി എന്ന് KT ജലീൽ കുറ്റപ്പെടുത്തിയിരുന്നു. സുജിത് ദാസിനെതിരെയും ഉയരുന്ന മുഖ്യ കുറ്റപത്രം ഇതാണ്. മലപ്പുറം ജില്ലയിലെ കേസുകളുടെ എണ്ണം കൂട്ടി ജില്ലയെ കൂടുതൽ നാണം കെടുത്തുകയായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തത് എന്നതാണ് ഇവരുടെ മുഖ്യ ആരോപണം. അൻവറിന്റെ അജണ്ട വ്യക്തമാക്കുകയാണ് മീഡിയ വൺ. ഒരു സമുദായത്തെ കേസുകൾ കൊണ്ട് ദുരിതത്തിലാക്കാൻ തീരുമാനിച്ച പോലീസ് സംവിധാനത്തെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് എന്ന് മീഡിയ വൺ പറഞ്ഞു വെക്കുന്നു. വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ കഴിയാതെ നൂറുകണക്കിന് മനുഷ്യർ ഈ അതിക്രമത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നു. സ്വർണ്ണവേട്ടയുടെ മറവിൽ ബ്ലാക്ക് മെയിലിങ്ങിനും സ്ത്രീപീഡനവും അനുഭവിക്കുന്നതായി ഇരകളാക്കപ്പെട്ട സ്ത്രീകൾ തന്നെ വിളിച്ചു പറയുന്നു. കസ്റ്റഡി മരണങ്ങൾ ഒരു വാർത്തയല്ലാതായി തീർന്നിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു സമുദായത്തിലെ മനുഷ്യർ അവർ അനുഭവിക്കുന്ന ഇൻസെക്യൂരിറ്റിയെക്കുറിച്ച് തുറന്നു പറയുകയാണ് അൻവർ എന്ന് പച്ചയ്ക്ക് പറയുന്നു മീഡിയ വൺ. പീഡനം അനുഭവിക്കുന്നവരുടെ കഥകൾ നേരിട്ട് കേട്ടതിന് ശേഷമാണ് അൻവർ ഇത്തരമൊരു ഒറ്റയാൾ പോരാട്ടത്തിൽ ഇറങ്ങിത്തിരിച്ചത് എന്നും മീഡിയ വൺ പറയുന്നു. ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട ഒരു പോലീസ് സംവിധാനത്തിൽ ഇതിനേക്കാൾ ഭീകരമായിട്ട് തന്നെയാണ് പെരുമാറുക എന്ന് നമുക്കറിയാം. ഉത്തരേന്ത്യയിൽ മാത്രം കാണാറുള്ള അങ്ങേയറ്റം വൃത്തികെട്ട ഒരു ഹിന്ദുത്വ പോലീസ് സംവിധാനമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നതെന്നാണ് അൻവർ പറയാതെ പറയാൻ ശ്രമിച്ചത് എന്നും മീഡിയ വൺ പറയുന്നു. കേവലമായ പോലീസ് സംവിധാനത്തിലെ കാവ്യവൽക്കരണം എന്നതിനപ്പുറത്ത് ഒരു തരത്തിലുള്ള ഇസ്ലാമോഫോബിക് പ്രവർത്തനമാണ് പോലീസ് സേനയിൽ നിന്നുണ്ടാകുന്നത്. വലിയ തരത്തിലുള്ള അനീതി ഈ സമുദായത്തിലെ അംഗങ്ങളോട് പോലീസ് കാണിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മുമ്പ് തന്നെ ഇതിനെതിരെയുള്ള ശബ്ദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും അതിനെ കേൾക്കാൻ ഗവൺമെന്റ് സന്നദ്ധമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഗവൺമെന്റിന്റെ തന്നെ ഭാഗമായ ഒരു MLA ഇറങ്ങിത്തിരിച്ചിരിക്കുന്നുവെന്ന് മീഡിയ വൺ. ഹിന്ദുത്വയുടെ പിടുത്തത്തിൽ നിന്നും പോലീസ് സംവിധാനത്തെ മോചിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും എന്നും പത്രം പറയുന്നു. അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ സർക്കാരും പാർട്ടിയും പകച്ചു നിൽക്കുമ്പോൾ പാർട്ടി അണികൾ നിശബ്ദമായി പോകുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് കേരള രാഷ്ട്രീയം കടന്നുപോകുന്നത്. പക്ഷേ ഇത് കേവലമായ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ ആരോപണ പ്രത്യാരോപണ പ്രശ്നം എന്ന നിലയിൽ കാണാതെ ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട ഒരു പോലീസ് സംവിധാനത്തെ കേരളത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെറിയാനുള്ള യോജിച്ച പോരാട്ടമാണ് നടക്കേണ്ടത്. മുസ്ലിം വിരുദ്ധമായ ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിലേത് എന്ന് അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന മൗലികമായ പ്രശ്നത്തെ അഥവാ ഒരു പ്രത്യയശാസ്ത്ര പ്രശ്നത്തെ അഡ്രസ് ചെയ്യാതെ കേവലമായ തർക്കങ്ങളിലൂടെയും വീരപരിവേഷ പ്രസ്താവനകൾ കൊണ്ട് മറികടക്കാൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമായി തീരും. ഒരു തരത്തിൽ WCCയിലെ അംഗങ്ങളും അൻവറും പോരാട്ടം നടത്തുന്നത് ഒരേ രീതിയിലാണെന്ന് മനസ്സിലാക്കാം.
അഥവാ സർക്കാരുമായി സഹകരിച്ചതിൽ പ്രതീക്ഷയർപ്പിച്ച് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് തന്നെ നീതിക്കായി പോരാടുകയാണ്. ഈ പോരാട്ടത്തിൽ പാർട്ടിയിലെ ഒരു വലിയ വിഭാഗത്തിന് പിന്തുണയുണ്ട് എന്നുള്ളത് ശുഭപ്രതീക്ഷ നൽകുന്നു. മീഡിയ വൺ ലേഖനത്തിൽ കൃത്യമായി വ്യക്തമാക്കുന്നത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് PV അൻവർ നടത്തുന്നത് എന്ന്. തങ്ങളുടെ സമുദായത്തിന്റെ രക്ഷകനായി അവർ PV അൻവറെ കാണുന്നു. ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട പോലീസ് സംവിധാനത്തെ കേരളത്തിലെ മണ്ണിൽ നിന്നും പിഴുതെറിയുമെന്നാണ് പത്രം പറയുന്നത്. PV അൻവർ ഉയർത്തുന്ന പ്രത്യയശാസ്ത്രം എന്ന പേരിൽ കൃത്യമായി തന്നെയുള്ള വിവരണമാണിതിൽ. ഇതിൽ എല്ലാ അജണ്ടകളും വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.